കേരള സർവകലാശാല ആസ്ഥാനത്ത് VC അധിക്ഷേപിച്ച് SFI ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു. VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ RSS ഗണവേഷത്തിൽ നിൽക്കുന്ന ചിത്രമാണ് സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതാണ് ഫ്ലെക്സ് സ്ഥാപിക്കുന്ന ഈ കാണുന്നത്. കേരള സർവകലാശാലയിലെ തർക്കങ്ങൾ അത് അങ്ങ് പരിധി വിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. VC മോഹൻ കുന്നുമ്മലിനെ ഗണവേഷത്തിൽ RSS വേഷത്തിൽ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ആണ് ഇപ്പോൾ SFI പ്രവർത്തകർ കേരള സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ അവിടെ വിവരങ്ങളുമായുണ്ട്. പ്രശാന്ത്, ഏറ്റുമുട്ടൽ അതിന്റെ പുതിയ തലങ്ങളിലേക്ക് പോവുകയാണ്, മോശം അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ VC തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒരു ചിത്രം അവിടെ സ്ഥാപിക്കുന്ന SFI പ്രവർത്തകരുടെ പ്രതികരണം എങ്ങനെയാണ്? VC മോഹനൻ കുന്നുമ്മൽ ഇപ്പോൾ അവധിയിലാണ്. അദ്ദേഹത്തിനെതിരായ പ്രതിഷേധമാണ് നമ്മളിപ്പോൾ സർവകലാശാല ആസ്ഥാനത്തെ കവാടത്തിന് മുന്നിലേക്ക് ഭാഗത്ത് കാണുന്നത്. SFI പ്രവർത്തകരാണ് VC മോഹനൻ കുന്നുമ്മലിൻ്റെ RSS ഗണവേഷത്തിലുള്ള ഒരു ചിത്രം ബോർഡാക്കി സ്ഥാപിച്ചിരിക്കുന്നത്. 2 ബോർഡുകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ SFIയും നേരത്തെ തന്നെ CPM എല്ലാം പ്രതിഷേധമായിട്ട് എപ്പോഴും പറയുന്നത് VC മോഹൻ കുന്നുമ്മൽ RSSന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്നുവെന്ന്, അല്ലെങ്കിൽ RSS കാവ്യവൽക്കരിക്കുന്നു സർവകലാശാല എന്ന വിഷയമാണ്. എന്തായിരുന്നു ഇന്നത്തെ ഈ ബോർഡ് ഈ തരത്തിലേക്ക് പ്രതിഷേധം മാറാനുള്ള കാരണം? അല്ല, VC നിങ്ങൾ പറഞ്ഞതുപോലെ VC RSSന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് പൊതുസമൂഹം വിലയിരുത്തിയതാണ്. ഇവിടെ സർവകലാശാലയുടെ അക്കാദമിക് നിലവാരം ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു വൈസ് ചാൻസലർ ബോധപൂർവമായി അക്കാദമിക് നിലവാരത്തെ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു സർവകലാശാലയെ സംഘപരിവാർ ശാലയാക്കി മാറ്റുവാൻ വേണ്ട ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഇവിടെ സിൻഡിക്കേറ്റ് തീരുമാനം നടപ്പിലാക്കുന്ന രജിസ്ട്രാറെ സിൻഡിക്കേറ്റിന് അനുമതിയില്ലാതെ സസ്പെൻഡ് ചെയ്യുന്ന നിലയിലേക്ക് ഇവിടുത്തെ VC മാറുകയാണ്. ഇതെങ്ങനെയാണ് അംഗീകരിക്കാൻ വേണ്ടി? ഇപ്പോൾ ജോയിന്റ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതായി അറിയിക്കുകയാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി, ഇത് സംഘപരിവാറിന്റെ ബോധപൂർവമായ അജണ്ടയുടെ ഭാഗമാണ്. ഇത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. നിരന്തരമായി കഴിഞ്ഞ കാലഘട്ടങ്ങളിലും VCക്കെതിരെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇനിയും തുടരാനാണ് തീരുമാനം. വലിയ പോലീസ് സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാരണം സർവകലാശാല VCയുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ സിസ തോമസ് അല്പസമയത്തിനകം തന്നെ സർവകലാശാലയിലേക്ക് എത്തും എന്നാണ് അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എത്തുമ്പോൾ നിങ്ങൾ VCക്കെതിരെ പ്രതിഷേധിക്കാൻ ഉള്ള നീക്കമാണോ? കാരണം ഇത്രയും വലിയ സുരക്ഷയൊക്കെ ഒരുക്കുന്നു. അതെ, VCക്കെതിരെ കൃത്യമായ പ്രതിഷേധം ഉയർത്താൻ നേരത്തെ തന്നെ നമ്മുടെ തീരുമാനമുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം VC ഇവിടെ വന്നപ്പോൾ ഞങ്ങളെ പ്രതിഷേധം അറിയിച്ചതാണ്. ഇവിടെ VCമാർ പ്രവർത്തിക്കേണ്ട സർവകലാശാലയുടെ അക്കാദമിക് നിലവാരം ഉയർത്താനാണ്, അല്ലാതെ സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കാൻ. കേരള സർവകലാശാല വീണ്ടും സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലേക്ക് പോകുന്നു. പോലീസിന്റെ വലിയ വിന്യാസം അവിടെയുണ്ട്. മോഹൻ കുന്നുമ്മലിനെ VC മോഹൻ കുന്നുമ്മൽ അദ്ദേഹം ഇപ്പോൾ ലീവിലാണ്. അദ്ദേഹത്തെ ഗണവേഷത്തിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചുകൊണ്ടാണ് SFIയുടെ പ്രതിഷേധം.